നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. അർജുനനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഭംഗിയായിട്ട് യുദ്ധം ചെയ്യുകയും ചെയ്തു. നന്നായി പരിശ്രമിച്ചു. അല്ലയോ കർണ, നീയും നന്നായി പരിശ്രമിച്ചു. എന്നിട്ട് പോലും നിങ്ങളുടെ എല്ലാം പരിശ്രമങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് അർജുനൻ വിജയം കൈവരിച്ചിരിക്കുന്നു. എന്നിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്? പശ്യരാധേയ പൃഥ്വീശാഃ പൃഥിവ്യാം പ്രവരായുധേ പാർത്ഥേനൈകേന നിഹതാ സിംഹേനൈവേതരേ മൃഗാഃ. സിംഹത്താൽ കാട്ടിലുള്ള മറ്റു മൃഗങ്ങളെല്ലാം നിസ്സാരമായിട്ട് കൊല്ലപ്പെടുന്നത് പോലെ അർജുനൻ എന്തു ചെയ്തു? ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നു ചേർന്ന എല്ലാ ധീരന്മാരായ രാജാക്കന്മാരെയും ഏകനായി നിന്ന് യുദ്ധം ചെയ്ത് അർജുനൻ തകർത്തു. അവരിലധികം പേരെയും കൊന്ന് നിലത്തേക്ക് വീഴ്ത്തി. അവരെല്ലാം പൊടിമണ്ണിൽ വീണുകിടക്കുന്നത് അല്ലയോ കർണ, നീ കാണുന്നില്ലേ? കർണനോട് ദുര്യോധനൻ ചോദിക്കുന്നു. മമ വ്യായച്ഛമാനസ്യ ദ്രോണേന ച മഹാത്മനഃ അല്പാവശേഷം സൈന്യം മേ കൃതം ശക്രാത്മജേനഃ. വീണ്ടും അർജുനൻ ചെയ്ത വേറൊരു വലിയ കർമ്മം, നമുക്ക് എതിരായുള്ള കർമ്മം, നമ്മൾ നേരെ ചെയ്ത അർജുനൻ ചെയ്തതായ ദ്രോഹം. നമ്മുടെ സൈന്യമാണല്ലോ വലുത്. ആ സൈന്യത്തെ അർജുനൻ അങ്ങേയറ്റം തകർത്ത് കളഞ്ഞിരിക്കുന്നു. സൈന്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലവണ്ണം പരിശ്രമിച്ചു. സൈന്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദ്രോണനും നല്ലവണ്ണം പരിശ്രമിച്ചു. എന്നിട്ട് പോലും എന്റെ സൈന്യത്തെ അല്പാവശേഷമാക്കി കളഞ്ഞിരിക്കുന്നു ഏകനായ പാർത്ഥൻ. 11 അക്ഷൗഹിണികൾ ഉണ്ടായിരുന്നു. ഇനി വളരെ കുറച്ച് മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ഈ കണക്കിന് പോയാൽ യുദ്ധ വിജയത്തെക്കുറിച്ച് എങ്ങനെ എനിക്ക് സങ്കല്പിക്കാനാകും? ഇവിടെ എനിക്ക് ബലമായ സംശയം ദ്രോണനെയാണ്. ദുര്യോധനൻ കർണനോട് പറയാണ്, കഥം നിയച്ഛമാനസ്യ ദ്രോണസ്യ യുധി ഫൽഗുണ ഭിന്ദ്യാത്സു ദുർഭിദം വ്യൂഹം യതമാനോപി സംയുഗേ. ദ്രോണൻ ആത്മാർത്ഥമായിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നെങ്കിൽ അർജുനന് എങ്ങനെയാണ് ദ്രോണൻ രചിച്ചു വച്ചിരിക്കുന്നതായ ഈ വ്യൂഹത്തെ തകർക്കാനാവുക? ഒരിക്കലും നമുക്കത് സങ്കല്പിക്കാനാവുന്നില്ല. ലോകം കണ്ട വില്ലാളിമാരിൽ വെച്ചിട്ട് മുമ്പനാണ് ദ്രോണൻ. അദ്ദേഹത്തിന് വശമില്ലാത്തതായ ദിവ്യാസ്ത്രങ്ങളില്ല. അദ്ദേഹത്തിന് സാധിക്കാത്തതായ പ്രയോഗവിധാനങ്ങളില്ല. അദ്ദേഹം പരിശ്രമിക്കുന്നു എന്നൊക്കെയാണ് നമ്മുടെ കൺമുന്നില് ഇത്രയും നാളുകളില് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആത്മാർത്ഥതയോടുകൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പരിശ്രമമെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യൂഹമുണ്ടല്ലോ, അത് ആർക്കും ഭേദിക്കാൻ കഴിയാത്തതാണ്, അത്ര കരുത്തുറ്റതാണ്. അങ്ങനെ സുദുർഭിതമായ, ആർക്കും തകർക്കാൻ കഴിയാത്തതായ വ്യൂഹത്തെ, എത്ര പരിശ്രമിച്ചാലും തകർക്കാൻ കഴിയാത്തതായ വ്യൂഹത്തെ അർജുനൻ എങ്ങനെ തകർത്തു? അതുകൊണ്ട് ഇക്കാര്യത്തില് ദ്രോണന്റെ ആത്മാർത്ഥതയിൽ, ദ്രോണൻ ചെയ്ത ആ യുദ്ധത്തിന്റെ തേജസ്സിൽ എനിക്ക് അല്ലയോ കർണ സംശയമുണ്ട്. കർണൻ നേരിട്ട് ഇക്കാര്യം മനസ്സിലാക്കണം.
ദ്രോണന്റെ നേരെ സംശയത്തിന്റെ നോട്ടം കർണനും ഉണ്ടാകണം എന്ന് ദുര്യോധനൻ ആഗ്രഹിക്കുന്നു. അർജുനൻ ഇങ്ങനെ ആ വ്യൂഹത്തെ മുഴുവൻ, കൗരവ വ്യൂഹത്തെ മുഴുവൻ തകർത്തിട്ട് അർജുനന്റെ പ്രതിജ്ഞയെ പരിപാലിച്ചിരിക്കുന്നു. അർജുനന്റെ പ്രതിജ്ഞയെ പരിപാലിക്കാൻ കഴിയാതെ വന്നിരുന്നു എങ്കിൽ നമുക്ക് വലിയൊരു ഉപദ്രവം സ്വമേധയാ തീർന്നു കിട്ടിയേനെ. അതുണ്ടായില്ലെന്ന് മാത്രമല്ല, അയാളുടെ ആ ഒരു പ്രതിജ്ഞയെ പരിപാലിച്ച് ജയദ്രഥനെ കൊന്നുമിരിക്കുന്നു. അല്ലയോ കർണ, നമ്മുടെ സർവസൈന്യാധിപനായിരിക്കുന്ന ദ്രോണനിൽ എനിക്ക് വിശ്വാസം തീരെ ഇല്ല. അതിന് കാരണങ്ങൾ അനേകമുണ്ട്. ഒന്ന്, ഈ യുദ്ധങ്ങളുടെ എല്ലാം ഫലം തന്നെ. നമ്മെ തോൽപ്പിച്ചു എന്ന് അർജുനൻ വിചാരിച്ചു എന്ന് വരാം, നമ്മെ അർജുനൻ തോൽപ്പിച്ചു എന്ന് ലോകവും വിചാരിച്ചെന്ന് വരാം. പക്ഷെ ഇതിനെല്ലാം കാരണം അർജുനന് അവസരമൊരുക്കി കൊടുക്കാൻ ഒരാൾ ഇവിടെ ഉണ്ട്. നമ്മുടെ സർവ സൈന്യാധിപൻ ആയി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ദ്രോണൻ. അതിന്റെ കാരണങ്ങൾ പലത്. അതിലൊന്ന് ഓർത്തുകൊള്ളൂ. ദൈത ഫാൽഗുനോ നിത്യം ആചാര്യസ്യ മഹാത്മനഃ. മഹാത്മാവായിരിക്കുന്ന, മഹാത്മാവ് എന്ന് എല്ലാവരും കൊണ്ടാടുന്ന ആ ആചാര്യന് വളരെ പ്രിയപ്പെട്ടയാളാണ്, പ്രിയപ്പെട്ട ശിഷ്യനാണ് അർജുനൻ. അതുകൊണ്ട് ഈ ആചാര്യൻ എന്തിരിക്കുന്നു? ഈ ആചാര്യൻ എന്തു ചെയ്തിരിക്കുന്നു? അദ്ദേഹം ആത്മാർത്ഥതയില്ലാതെ യുദ്ധരംഗത്ത് പ്രവർത്തിച്ചിരിക്കുന്നു. അദ്ദേഹം എന്തു ചെയ്തു? തതോസ്യ ദത്തവാൻ ദ്വാരം അയുദ്ധേനൈവ ശത്രുഹൻ. അർജുനന് ഈ സൈനിക വ്യൂഹത്തിനുള്ളിലേക്ക് വളരെ വേഗത്തിൽ പാഞ്ഞുകയറി ജയദ്രഥ സമീപത്തെത്താൻ പാകത്തിന് ഈ ആചാര്യൻ തന്നെ വഴിയൊരുക്കി കൊടുത്തിരിക്കുന്നു. അദ്ദേഹം തടഞ്ഞില്ല അർജുനനെ, യുദ്ധം ചെയ്തില്ല അർജുനനെ, ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് അർജുനനെ തകർത്തെറിഞ്ഞില്ല, അർജുനന്റെ മാർഗം നിരോധിച്ചില്ല. നമ്മളുടെ മുന്നില് നമുക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നു എന്നിങ്ങനെ വാക്കുകൊണ്ടും അതേപോലെ തന്നെ രീതികൾ കൊണ്ടും നാട്യം കൊണ്ടും ഒക്കെ കാണിക്കുന്നു. എങ്കിലും അദ്ദേഹം നമ്മെ പറ്റിച്ചുകൊണ്ട് അർജുനന് വളരെ വേഗത്തിൽ സിന്ധുരാജാവിന്റെ സമീപത്തെത്താൻ അവസരമൊരുക്കി കൊടുത്തു. നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് അർജുനന്റെ മുന്നിലെങ്കിൽ അതിനും കാരണം ഈ ആചാര്യൻ അർജുനന് വേണ്ടി ചെയ്തു കൊടുത്തതായ സൗകര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഏറ്റവും വലിയ വഞ്ചന ദ്രോണൻ ചെയ്തു എന്നാണ് പരുഷബുദ്ധിയായിരിക്കുന്ന, കുടില ബുദ്ധി കൂടിയായിരിക്കുന്ന ദുര്യോധനന്റെ വാക്കുകൾ, ദുര്യോധനന്റെ വാദം. പാണ്ഡവപക്ഷപാതിയായിരിക്കുന്നയാള് നമ്മുടെ സർവസൈന്യാധിപനായിരിക്കുന്നു. അദ്ദേഹം പാണ്ഡവരുടെ വിജയത്തിനു വേണ്ടിയിട്ട് ഇവിടെയെല്ലാം രഹസ്യമായി ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ പാണ്ഡവർ, അർജുനൻ യുദ്ധത്തിൽ വിജയിക്കുന്നു. അഭയം സിന്ധുരാജായ ദത്വാ ദ്രോണ പരന്തപ. ശത്രുക്കളെല്ലാം സംഹരിക്കുക ശീലമായിട്ടുള്ള ദ്രോണൻ, അദ്ദേഹം സിന്ധുരാജാവായ ജയദ്രഥന് അഭയം വാഗ്ദാനം ചെയ്തതാണ്. അർജുന പ്രതിജ്ഞ കേട്ട മാത്രയിൽ രാത്രിയിൽ ജയദ്രഥൻ എന്റെ സമീപത്തും ദ്രോണന്റെ സമീപത്തും വന്നു. ഞാൻ ദ്രോണനോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളട്ടെ എന്ന് ജയദ്രഥൻ ദ്രോണനോട് ചോദിച്ചു. എനിക്ക് ഭയമാകുന്നു അർജുനന്റെ പ്രതിജ്ഞ കേട്ടിട്ട്, അതുകൊണ്ട് ഇനി ഇവിടെ ഈ പടക്കളത്തിൽ നിന്നാൽ ശരിയാവില്ല, ഞാൻ സിന്ധുരാജ്യത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ, അനുവാദം തരണം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ദ്രോണൻ പറഞ്ഞു, ഞാനുണ്ട്, ഞാൻ നിനക്ക് സംരക്ഷണം ഒരുക്കും, ആര് വിചാരിച്ചാലും നിന്റെ ജീവന് ആപത്തുണ്ടാവില്ല എന്ന് ദ്രോണൻ സിന്ധുരാജാവിന് വാക്കുകൊടുത്തു. ഇങ്ങനെ സിന്ധുരാജാവിന് ധൈര്യം കൊടുത്ത് സിന്ധുരാജാവിനെ പടക്കളത്തിൽ നിർത്തിയതിനു ശേഷം ഈ ദ്രോണൻ ചെയ്ത ചതി എന്തെന്നറിയോ? പ്രാതാത് കിരീടിനെ ദ്വാരം പശ്യ നിർഗുണതമ്മയി. കിരീടിക്ക്, അർജുനന്
ഈ ജയദ്രഥന്റെ അർജുനന് ഈ ജയദ്രഥന്റെ സമീപത്ത് എത്തിച്ചേരാൻ പാകത്തിന് വഴിയൊരുക്കി കൊടുത്തു. അങ്ങനെ തന്റെ പ്രതിജ്ഞയെ നിറവേറ്റാനുള്ള അവസരം അർജുനന് ഉണ്ടാക്കി കൊടുത്തു.